السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സ്നേഹമുള്ള ശ്രോതാക്കളെ, അസ്മാഉൽ ഹുസ്നയുടെ മൂന്നാമത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. കഴിഞ്ഞ ദിവസം നാം ചർച്ച ചെയ്തത് അള്ളാഹുവിൻ്റെ ജലാലത്തിൻ്റെ ഇസ്മായ അള്ളാഹ് എന്ന പദത്തെ കുറിച്ചാണ്. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് റഹ്മാൻ, അള്ളാഹുവിൻ്റെ റഹ്മാൻ എന്ന ഇസ്മിനെ കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ക്ലാസ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. റഹ്മാൻ എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം അള്ളാഹുവിനെ അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും ഗുണം ചെയ്യുന്നവൻ എന്നാണ് റഹ്മാൻ എന്ന പദത്തിൻ്റെ ഭാഷാർത്ഥം. അള്ളാഹുവിനെ അനുസരിച്ചവർക്കും അള്ളാഹുവിനെ അനുസരിക്കാത്തവർക്കും അള്ളാഹു ഗുണം ചെയ്യുന്നവൻ. വിശുദ്ധ ഖുർആനിൽ റഹ്മാൻ എന്ന പദം 57 തവണ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുണ്ട്. അർ-റഹ്മാൻ എന്നുള്ള പേരിൽ ഒരു സൂറത്ത് തന്നെ വിശുദ്ധ ഖുർആനിലുണ്ട്, ഒരു അധ്യായം തന്നെയുണ്ട്. അള്ളാഹുവിൻ്റെ പോരിശാക്കപ്പെട്ട നാമമാണ് അർ-റഹ്മാൻ. അർ-റഹ്മാൻ എന്ന പദം എന്ന ഈ വാക്ക്, യാ റഹ്മാനു യാ അല്ലാഹ് എന്ന അസ്മാഉൽ ഹുസ്ന, ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ഒഫലത്ത് നീങ്ങാനും മറവിയില്ലാതിരിക്കാനും ഖൽബിലെ ഇരുട്ടുകൾ നീങ്ങാനും പ്രയാസങ്ങൾ നീങ്ങാനും ഘടങ്ങൾ വീടാനും 298 പ്രാവശ്യം അതിൻ്റെ ഓരോ അക്ഷരങ്ങൾക്കുമുള്ള അക്ക അനുസരിച്ച്, അബ്ജദി കണക്കനുസരിച്ച് 298 പ്രാവശ്യം സുബഹിക്ക് ശേഷമോ അല്ലെങ്കിൽ മഗ്രിബിന് ശേഷമോ ഒരാൾ ചൊല്ലുകയാണെങ്കിൽ മേൽപ്പറഞ്ഞ സർവകാര്യങ്ങൾക്കും അവന് പരിഹാരമാകുന്നതാണ്. അശ്രദ്ധ, മറവി, ഖൽബിലെ ഇരുട്ടുകൾ, പ്രയാസങ്ങൾ, ഘടങ്ങൾ തുടങ്ങിയ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമാണ് യാ റഹ്മാനു യാ അല്ലാഹ് എന്ന അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മുൽ അഅ്ളമാണെന്ന് പോലും അഭിപ്രായമുള്ള ഈ നാമം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പല പ്രാർത്ഥനകളിലും റഹ്മാൻ എന്ന് അള്ളാഹുവിനെ കുറിച്ച് പ്രയോഗിച്ചതായിട്ട് കാണാം. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ആയിഷ ബീവി പറയുന്നു, എൻ്റെ പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഓ ആയിഷ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ പഠിപ്പിച്ചൊരു പ്രാർത്ഥന ഞാൻ നിന്നോട് പങ്കുവെക്കട്ടെയോ? ആ പ്രാർത്ഥന നിത്യമാക്കിയാൽ ഉഹദ് മലയോളം കടങ്ങളുണ്ടെങ്കിലും കടങ്ങളൊക്കെ വീടുന്നതാണ് എന്ന്
ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആയിഷ ബിവിയോട് പറഞ്ഞപ്പോ ആയിഷ സിദ്ദീഖുൽ അക്ബറിനോട് ചോദിക്കുന്നു, ഏതാണ് പ്രസ്തുത പ്രാർത്ഥന നബി സിദ്ദീഖ് എന്നവരെ? സിദ്ദീഖ് എന്നവർ പറഞ്ഞു കൊടുക്കുന്നു, അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മി വകാശിഫൽ ഖുറബി മുജീബ ദഅവത്തിൽ മുൽത്തരീൻ റഹ്മാനദ് ദുനിയാ വൽ ആഖിറ അൻത റഹ്മാനി ഫർഹംനി റഹ്മതൻ തുഗ്നീനി ബിഹാ അൻ റഹ്മതി മൻ സിവാക്. എന്താണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം? അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മി, ദുഃഖങ്ങൾക്ക് മോചനം നൽകുന്നവനായ അല്ലാഹുവേ, വകാശിഫൽ ഖുറബി, പ്രയാസങ്ങളിൽ നിന്ന് മുക്തി നൽകുന്നവനായ അല്ലാഹുവേ, മുജീബ ദഅവത്തൽ മുൽത്തരീൻ, പ്രയാസപ്പെടുന്നവരുടെ ദുആക്ക് ഉത്തരം നൽകുന്നവനെ, റഹ്മാനദ് ദുനിയാ വൽ ആഖിറ, ഇരുലോകത്തെയും റഹ്മാനെ, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും റഹ്മാനായ അല്ലാഹുവേ, അന്ത റഹ്മാനി, നീ എൻ്റെ റഹ്മാനാണ്. ആയതുകൊണ്ട് മറ്റുള്ളവരുടെ കാരുണ്യം എനിക്ക് ആവശ്യമില്ലാത്ത വിധം നീ എന്നോട് റഹ്മത്ത് ചെയ്യണമേ. ഫർഹംനി, നീ എനിക്ക് റഹ്മത്ത് ചെയ്യണമേ. റഹ്മതൻ തുഗ്നീനി ബിഹാ അൻ റഹ്മതി മൻ സിവാക്, മറ്റുള്ളവരുടെ കാരുണ്യം എനിക്ക് ആവശ്യമില്ലാത്ത വിധം നീ എന്നോട് റഹ്മത്ത് ചെയ്യണമേ എന്ന് ആ പ്രാർത്ഥനയിൽ റഹ്മത്ത് എന്നുള്ള പദം, റഹ്മാൻ എന്നുള്ള പദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ചതായി സിദ്ദീഖുൽ അക്ബർ ആയിഷ ബീവിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഈ ഹദീസ് ആയിഷ ബീവിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് കൻസുൽ ഉമ്മാൽ എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസിൽ റഹ്മാൻ എന്ന പ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാൻ എന്നുള്ള പദം ഈ ഹദീസിൽ ഉപയോഗിച്ചല്ലോ. അള്ളാഹുവിന്റെ കാരുണ്യം അനന്തവിശാലമാണ്. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് സർവവും നടക്കുന്നത്. അള്ളാഹുവിന്റെ ഓരോ നാമങ്ങൾക്കും ചില പ്രത്യേക മഹത്വങ്ങളുണ്ട്. എല്ലാ നിസ്കാര ശേഷവും റഹ്മാൻ എന്ന പദം 100 തവണ ഒരാൾ ചൊല്ലിയാൽ അശ്രദ്ധയും മറവിയും ഇല്ലാതെയാകുന്നതാണെന്ന് ബഹുമാനപ്പെട്ട ഫൈലുൽ ഖദീർ എന്ന കിതാബിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. യാ റഹ്മാൻ എന്ന് കുങ്കുമം ഉപയോഗിച്ച് ഒരു വസ്തുവിൽ എഴുതി കലഹപ്രിയനും ദുസ്വഭാവിയുമായ ഒരു വ്യക്തിയുടെ വീട്ടിൽ കുഴിച്ചിട്ടാൽ അദ്ദേഹം ഇണക്കമുള്ളവനും ദയയുള്ളവനും കരുണയുള്ളവനുമാകുമെന്ന് ഫൈലുൽ ഖദീർ എന്ന കിതാബിൽ കാണാം. റഹ്മാൻ എന്ന് അല്ലാഹു അല്ലാത്ത ഒരാൾക്കും തന്നെ നാമകരണം ചെയ്യാൻ പാടില്ല. ഇതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. അള്ളാഹുവിന്റെ ഇസ്മുൽ ആളമിൽപ്പെട്ട ഒരു നാമമാണ് റഹ്മാൻ എന്നുള്ള നാമം. അള്ളാഹുവിന്റെ റഹ്മാൻ എന്ന വിശേഷണത്തിൽ നിന്ന് മനുഷ്യരായ നാം ഉൾക്കൊള്ളേണ്ടത് കാരുണ്യമുള്ളവനും എല്ലാവരോടും കരുണ ചെയ്യുവാനും ദയയുള്ളവനും എല്ലാവരോടും കരുണയുള്ളവനാവാനും ദയയുള്ളവനുമാവാനും ശ്രമിക്കുകയാണ് ഈ റഹ്മത്ത് എന്നുള്ള വിശേഷണത്തിൽ നിന്ന് മനുഷ്യർ ആർജിക്കേണ്ടത്. ഒരു പാപികളായ മനുഷ്യന്മാരോട് ദേഷ്യത്തോടുകൂടെ നമുക്ക് വർത്തിക്കാൻ പാടില്ല. അവരോടൊക്കെ കാരുണ്യത്തോടുകൂടെ നാം വർത്തിക്കണം. ബഹുമാനപ്പെട്ട അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്, അഖ്റ ഇബ്നു ഹാബിസ്
അഖ്റ ബിനു ഹാബിസ് എന്ന സ്വഹാബി ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പേരക്കിടാങ്ങളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുയെ ചുംബിക്കുകയായിരുന്നു. ഇത് കണ്ട അഖ്റ ഇബ്നു ഹാബിസ് പറഞ്ഞു, അള്ളാഹുവിന്റെ തിരുദൂതരെ, എനിക്ക് 10 സന്താനങ്ങളുണ്ട്, 10 മക്കളുണ്ട്. അവരിൽ ഒരു കുട്ടിയെ പോലും ഞാൻ ഇന്നേ വരെ ചുംബിച്ചിട്ടില്ല. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ മറുപടി പറയുന്നു, നിശ്ചയം കരുണ നൽകാത്തവർക്ക് കരുണ നൽകപ്പെടുകയില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഖ്റ ഇബ്നു ഹാബിസിനോട് പ്രതികരിച്ചു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമി നിവാസികളോട്, ഭൂമിയിലുള്ളവരോട് നീ കരുണ കാണിക്കുക, എന്നാൽ ആകാശത്തിന്റെ അധിപൻ നിങ്ങളോട് കരുണ കാണിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല ഈ റഹ്മാൻ എന്ന, യാ റഹ്മാനു യാ അല്ലാഹ് എന്ന ഈ അസ്മാഉൽ ഹുസ്നയുടെ പോരിശ മനസ്സിലാക്കി, അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി, അത് ജീവിതത്തിൽ പകർത്താൻ, ധാരാളമായിട്ട് ചൊല്ലാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.